തമ്മ. മർഡോക്ക് ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സ്, അതായത് MCU പോലെ MHCU. MHCUവിലെ 5ാമത്തെ സിനിമയാണ് തമ്മ. ഫസ്റ്റ് സ്ത്രീ, പിന്നെ ബേഡിയ, പിന്നെ MUNJYA, പിന്നെ സ്ത്രീ 2, ഇപ്പം തമ്മ. ആക്ച്വലി ഐ ഡിഡ്ന്റ് ലൈക്ക് ദ ഫിലിം. എനിക്ക് സിനിമ ഇഷ്ടമായില്ലാതെ മാത്രമല്ല, ഇതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിലാകെ 10 പേരുണ്ടായിട്ടുള്ളൂ. അതിന് ഞാൻ പോകുമ്പോൾ 5 മണിക്കുള്ള ഷോക്ക് പോകുമ്പോൾ. കാസ്റ്റ് ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ രശ്മിക മന്ദാരുണ്ട്, ആയുഷ്മാൻ ഖുറാനുണ്ട്. ഇവരുടെ കെമിസ്ട്രി നന്നായിരുന്നു, അടിപൊളി അഭിനയം ഒക്കെ. പക്ഷേ വില്ലൻ്റെ കാര്യത്തിൽ വരുമ്പം നവാസുദ്ദീൻ സിദ്ദിഖി ആക്ച്വലി ഹി വാസ് എ മിഡ് പെർഫോമൻസ് ഇൻ ദിസ് മൂവി. ആൻഡ് ആ ക്യാരക്ടറും അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു കോമഡി പീസ്. ഈവൻ ദോ ഇറ്റ് ഈസ് എ ഹൊറർ യൂണിവേഴ്സ്, ഇത് ഭയങ്കര കോമഡി ആയിപ്പോയി. ഒരു വില്ലൻ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു ആ ക്യാരക്ടറിന്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഡയറക്റ്റഡ് ബൈ ദ സെയിം ഡയറക്ടർ ഹൂ മെയ്ഡ് കക്കുട ആൻഡ് സോബിവിളി. ഐ ഹോപ്പ് യു ഗൈസ് സീൻ ഇറ്റ്. വളരെ നല്ല മൂവിയാണ്, ഹൊറർ മൂവി. സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഈ ഒരു സംവിധായകനെ ഇതിൻ്റെ മേക്കേഴ്സ് വിളിച്ചത്. ബട്ട് നല്ലൊരു സ്റ്റോറിയില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ആദിത്യ സർപോദ്ദാർ, ഇറ്റ് വാസ് വെരി ബാഡ്. പിന്നെ ആക്ച്വലി 2 മണിക്കൂറും 28 മിനിറ്റേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് ഈസ് എ ബിറ്റ് ലാഗി സ്റ്റിൽ. പിന്നെ കാസ്റ്റ് ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ വേറെ ചില ക്യാമിയോസ് ഉണ്ട്. ആക്ച്വലി ഈ മർഡോക്ക് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇതിന് മുമ്പുണ്ടായ ചില ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. ചിലർക്ക് ജസ്റ്റ് നോട്ട് എ ക്യാമിയോ, ഒരു ഇമ്പോർട്ടൻറ്റ് റോളൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. എന്തോ തിയേറ്ററിൽ പോയി കാണുക ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് OTT വന്നിട്ട് കണ്ടാൽ മതി. വെറുതെ പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി കാണാൻ മാത്രം ഒന്നും ഇല്ല ഇതിനകത്ത്. ഇപ്പോൾ സ്ത്രീ 2 ആയാലും ബേഡി ആയാലും ഇറ്റ് ഹാസ് സംതിങ് ടു ബി സീൻ ഇൻ ദ തിയേറ്റർ. ബട്ട് ഇതിലങ്ങനെ ഒരു കണ്ടതില്ല. ഇറ്റ് ജസ്റ്റ് നോ ആവറേജ് ഓർ ബിലോ ആവറേജ് മൂവി. പിന്നെ കാസ്റ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗൈസ് ആരോ സഞ്ജയ് ദത്തിനൊക്കെ കാസ്റ്റ് ലിസ്റ്റിൽ ആടാക്കി വെച്ചിട്ടുണ്ട്. ഈ എന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. സഞ്ജയ് ദത്ത് കണ്ടോ, ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല. വല്ല ക്രീച്ചേഴ്സായിട്ട് വല്ല വന്നിട്ടോ ആയിട്ടൊന്നോ. പിന്നെ നമുക്ക് വേറെ നോക്കാനാണെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇറ്റ് വാസ് വെരി ബാഡ്. ഇതിന് മുമ്പുണ്ടായ ഒരു ക്വാളിറ്റി ആക്ച്വലി ഇവർ പൊളിച്ചത് ഇവരെ 4ാമത്തെ മൂവിയാണ്. യു നോ ദ നെയിം, ഞാൻ പറയുന്നില്ല. ആ മൂവി ഇതേപോലെ ഒരു ആവറേജ് ആയിരുന്നു. അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു ഇതും. പിന്നെ സ്ത്രീ 2 ഇറ്റ് വാസ് നൈസ്, ബട്ട് ദിസ് വാസ് വെരി ബാഡ്. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, നെഗറ്റീവായിട്ട് മെയിനായിട്ട് പറയാനുള്ള സ്റ്റോറി കാര്യമായിട്ടില്ല. പിന്നെ വില്ലൻ ഭയങ്കര കോമഡി പീസായിപ്പോയി. ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓർ ലൈക്ക് എ ബേഡിയ മൂവി വിത്ത് ലിറ്റിൽ ചേഞ്ചസ്. ഒരു ബേഡി എങ്ങനെയായിരുന്നു അത് തന്നെയാണിത്. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ഓഫ് ദാറ്റ് മൂവി. ഹീറോയ്ക്ക് എങ്ങനെ പവർ കിട്ടുന്നു, നായിക ആരാണ്, അതൊക്കെ സെയിമാണ്. ജസ്റ്റ് സെറ്റ് ഇൻ എ ഡിഫറെൻറ്റ് യൂണിവേഴ്സ്. ഡിഫറെൻറ്റ് ക്യാരക്ടർ. ബേഡിയിൽ അതേ കോൺസെപ്റ്റ് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ കൊണ്ട് പറിച്ചു നട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് തമ്മ. രശ്മിക മന്ദാര ആൻഡ് ആയുഷ്മാൻ ഖുറാന നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. ആൻഡ് അവരുടെ അച്ഛനായിട്ട് അഭിനയിച്ച ചങ്ങായി പരേഷ് റവാൽ, ഐ റിയലി ലൈക്ക് ഹിസ് പെർഫോമൻസ്. വളരെ ഇതിൽ കോമഡി അദ്ദേഹത്തിൻ്റെ ആയിരുന്നു കോൺട്രിബ്യൂഷൻ കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഇറ്റ് ഹാഡ് അത്രേ ഉള്ളൂ ഗൈസ്, കാര്യമായിട്ടൊന്നുമില്ല. തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് OTT വരുമ്പോൾ കണ്ടു മറക്കാവുന്ന, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ക്രെഡിറ്റ് സീനുണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഇറ്റ്സ് എ മസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഐ തിങ്ക് എല്ലാ സിനിമയിലും ഇപ്പോൾ ക്രെഡിറ്റ് സീനും മർഡോക്ക് സിനിമാറ്റിക് യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൂഗിളിലൊക്കെ കൊടുത്ത റിവ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ IMDb ഇപ്പോൾ നിൽക്കുന്ന 6.2. ഇന്നലെ ഇറങ്ങിയ പടമാണ്. ഓൾറെഡി 6.2 എത്തിയിട്ടുണ്ട്. അതിനിയും കുറയും കാഴ്ച ഉറപ്പാണ്. ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ നോട്ട് ദാറ്റ് ബാഡ്. ഇറ്റ് ഹാഡ് സം ഇംഗ്ലീഷിൽ എന്താ പറയുന്നല്ലേ, അത്ര മോശമൊന്നുമല്ല. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. ഇതിന് മുമ്പ് വെച്ചൊരു ക്വാളിറ്റിയും സ്റ്റോറി ലൈനിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഒട്ടുമില്ല. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എക്സ്പെക്റ്റഡ്. ട്രെയിലറിൽ കണ്ട അത് തന്നെയാണ് സ്റ്റോറി. പിന്നെ എടുത്തു പറയാനുള്ളത് എന്താ വെച്ചാൽ ട്രെയിലറിൽ കാണിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ക്യാമിയോസ്, അതൊക്കെ നന്നായിരുന്നു. എക്സ്റ്റൻഡ് ക്യാമിയോസ്, നോട്ട് ജസ്റ്റ് ക്യാമിയോ, ഒരാൾ ക്യാരക്ടർ ഇതിന് വേറൊരു യൂണിവേഴ്സിൽ വന്നു പോലെ ചെയ്യുന്ന നല്ല എക്സ്റ്റൻഡ് ആയിട്ട് ഒരുപാട്
സ്റ്റോറിയിൽ ഇൻപുട്ടുണ്ട്. ഐ മീൻ അത് ഏത് ക്യാരക്ടറാണെന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി എന്താണെന്ന് അറിയില്ല. അടുത്ത സിനിമ ഏതാണെന്ന് നോക്കട്ടെ. പറഞ്ഞാൽ ഇവർ നിർത്തിപ്പോയതുകൊണ്ട് MDCU മർഡോക് സിനിമാറ്റിക് യൂണിവേഴ്സ്, അതിൻ്റെ ഇനി അടുത്ത മൂവി വരുന്നത് MDCU എന്നല്ല ഗോസ്, മർഡോക് സിനിമാറ്റിക് യൂണിവേഴ്സ്. MDHCU ആണ്. MHCU, MDCU MHCU. സോ തമ്മ കഴിഞ്ഞ് ശക്തിശാലിനി എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഡിസംബർ 31-നാണ്. നമുക്കത് കണ്ടിട്ട് നോക്കാം. ഐ തിങ്ക് ഈ ഒരു ലാസ്റ്റ് ഇറങ്ങിയ ഈ ഒരു സിനിമയുടെ അത് തന്നെ അവസ്ഥയാവുമോ എന്ന് നമുക്ക് കണ്ടറിയണം. അത് കഴിഞ്ഞിട്ട് ബേഡിയ 2 ഉണ്ട്, പിന്നെ ചാമുണ്ട, സ്ത്രീ 3 ആൻഡ് അത്രേ ഉള്ളൂ. ഐ മീൻ ഇനിയുണ്ട് സിനിമ. ഐ മീൻ നമുക്ക് തൽക്കാലം അപ്പം അടുത്ത ഡിസംബർ 31-നുള്ള ശക്തിശാലിൻ്റെ അവസ്ഥ എന്താ നോക്കാം. എനിവേ ബൈ. സോ ഓവറോൾ തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ല, OTT വരുമ്പോൾ കാണാം. വേറെ ഒന്നുമില്ല ഗൈസ്, കഴിഞ്ഞു.